എല്ലാ മുഅ്മിനുകളായ ആളുകളും എല്ലാ മുസ്ലിംകളായ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുമല്ലോ. മയ്യിത്തിന്റെ കണ്ണ് ആ സമയത്ത് റൂഹ് പോകുന്നത് നോക്കിക്കൊണ്ട് മേൽപോട്ട് നോക്കും എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മരണം ആസന്നമായി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ മരിച്ച ഉടനെ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കും. മരിക്കാത്തതായിട്ട് ഒരു ശരീരവും ഇവിടെ അവശേഷിക്കില്ല എന്ന് ചുരുക്കം. മരണമാസന്നമായ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? അതോടൊപ്പം തന്നെ ഒരാൾ മരിച്ച ഉടനെ ഫസ്റ്റ് ടൈം നാം എന്തെല്ലാം ചെയ്യണം എന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒരാളുടെ ജീവിതത്തിൽ നിത്യമായി, ഒരാളുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഓർമ്മയുണ്ടാവേണ്ട കാര്യമാണ് ഇന്ന് നാം പഠിക്കുന്നത്. മരണം ആസന്നമായ ആളുടെ ശരീരത്തെ ഖിബിലയിലേക്ക് തിരിച്ചു കടക്കണം. ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് ഖിബിലയിലേക്ക് തിരിച്ചു കടത്തുക എന്നുള്ളത്. അഥവാ വലതുവശത്തിന്റെ മേൽ ചെരിഞ്ഞ് മുഖം ഖിബിലയിലേക്ക് ചെരിച്ചു കടത്താവുന്നതാണ്. അതിന് കഴിയില്ല എങ്കിൽ ഇടതുവശത്തിന്റെ മേൽ ചെരിഞ്ഞു കിടന്ന് മുഖം ഖിബിലയിലേക്ക് ചെരിച്ചു കടത്താവുന്നതാണ്. ഇത് രണ്ടും അല്ലെങ്കിൽ കാൽപാദത്തെ ഖിബിലയിലേക്ക് ഈ രൂപത്തിൽ, കാൽപാദത്തിനെ ഖിബിലയിലേക്ക് എത്തുന്ന രൂപത്തിൽ, അതോടൊപ്പം തന്നെ മുഖത്തെ തലയെ അല്പം ഒരു തലയണയോ എന്തെങ്കിലും വെച്ച് തല ഉയർത്തി മുഖഭാഗം ഖിബിലയിലേക്ക് എത്തുന്ന രൂപത്തിലും, ഈ മൂന്ന് രൂപത്തിലും മരണം ആസന്നമായ ആളെ കടത്താവുന്നതാണ്. രണ്ടാമതായി, മരണം ആസന്നമായ ആളുടെ അടുക്കൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുക്കുക എന്നുള്ളതാണ്. പല ആളുകളും മരണം ആസന്നമായ ആളുടെ അടുക്കൽ ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരിക്കലും ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിൽ കലിമ ചൊല്ലിക്കൊടുക്കാൻ പാടില്ല. കലിമ ഒരു വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ, അഥവാ ഈ രോഗിയായ മരണം ആസന്നമായ ആൾ ഒരു തവണ ചൊല്ലിയാൽ പിന്നീട് മറ്റെന്തെങ്കിലും സംസാരങ്ങൾ, മറ്റു ദിക്റുകളോ എന്താണെങ്കിലും മറ്റു കാര്യങ്ങൾ സംസാരിച്ചാൽ വീണ്ടും ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക. അത് ചൊല്ലിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും മരണമാസന്നമായ ആളെ കലിമ ചൊല്ലാൻ വേണ്ടി നിർബന്ധിക്കാൻ പാടുള്ളതല്ല. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഷഹാദത്ത് കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണല്ലോ ഷഹാദത്ത് കലിമ. ഈ ഷഹാദത്ത് കലിമയുടെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അതിലേക്ക് കൂട്ടേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ സമയത്ത് അവിടുന്ന് ഉച്ചരിച്ചിരുന്ന കലിമത്തുകൾ, അവിടുന്ന് ഉച്ചരിച്ച റഫീഖുൽ ആല എന്ന അതും നാം മരിച്ച ആളുകളുടെ അടുക്കൽ ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ് പ്രധാനമായും ചൊല്ലിക്കൊടുക്കേണ്ടത്. മൂന്നാമതായി, മരണമാസന്നമായ ആളുടെ അടുക്കൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഖുർആനിനെ പാരായണം ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൽ മർമ്മപ്രധാനമായ സൂറത്താണ് സൂറത്തു യാസീൻ പാരായണം ചെയ്യുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ സൂറത്തു യാസീനോട് കൂടെ സൂറത്തു റാഅദിനെയും ഓതൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. റൂഹ് പിരിയുന്ന സമയത്ത് റൂഹ് പിരിയൽ എളുപ്പമാവാൻ വേണ്ടിയാണ് സൂറത്തു റാഅദും യാസീൻ സൂറത്തും ഓതുന്നത്. മരണം ആസന്നമായ ആൾക്ക് നാം വെള്ളം ഓരോ മുറുക്കുകളായി, ഓരോ ഇറക്കുകളായി ഇടയ്ക്കിടെ കൊടുക്കുന്നതും സുന്നത്ത് തന്നെയാണ്. കാരണം മരണമാസന്നമായ ആൾക്ക് വല്ലാത്ത ദാഹമുണ്ടാകുമെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടയ്ക്കിടെ അല്പാൽപ്പം വെള്ളം കൊടുക്കലും സുന്നത്തുണ്ട്. നേരത്തെ നാം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. മയ്യത്ത് അത് ചൊല്ലൽ നല്ലതാണ് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ അടിസ്ഥാനമായ ഹദീസ് നമുക്ക് കാണാം. ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ നിങ്ങൾ മരണപ്പെടുന്ന ആളുകൾക്ക് ചൊല്ലിക്കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നും ഹദീസിൽ കാണാം. ഈ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ ഉദ്ദേശം
എല്ലാ മുഅ്മിനുകളായ ആളുകളും എല്ലാ മുസ്ലിംകളായ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുമല്ലോ. പിന്നെ എന്താണ് ഈ ഹദീസിന്റെ ഉദ്ദേശം? ഇവിടെ വിജയികളോടൊപ്പം നരകപ്രവേശനമില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് മഹാന്മാർ അതിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും കലിമ ചൊല്ലാത്തവരാണെങ്കിലും അവർ മുസ്ലിമാണോ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണോ അവരുടെ ശിക്ഷകൾ കഴിഞ്ഞതിന് ശേഷം അവരെയും സ്വർഗത്തിലേക്ക് മാറ്റപ്പെടും. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവരെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവരെ നരക പ്രവേശനം കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് മഹാന്മാർ ഈ ഹദീസിന്റെ വിശദീകരണമായിട്ട് പറയുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാം അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആക്കി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ മരിച്ച ഉടനെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ, മരണം ഉറപ്പുവരുത്തിയതിനു ശേഷം നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യങ്ങളാണ്. ഒന്നാമത് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട ഉടനെ മയ്യത്തിന്റെ കണ്ണിനെ അടക്കണം. മയ്യത്തിന്റെ കണ്ണ് ആ സമയത്ത് റൂഹ് പോകുന്നത് നോക്കിക്കൊണ്ട് മേൽപോട്ട് നോക്കും എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. ആ നോക്കുന്നതിൽ നിന്ന് മാറ്റാൻ വേണ്ടി കണ്ണിനെ നാം അടച്ചു കൊടുക്കണം. രണ്ടാമതായിട്ട് മയ്യത്തിന്റെ എല്ലാ കെണിപ്പുകളും നാം മയപ്പെടുത്തി കൊടുക്കണം. കഫൻ ചെയ്യലിനിക്കും അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്ത് ആ എല്ലാ കെണിപ്പുകളും അടങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. കയ്യിന്റെ വിരലുകൾ ഓരോ കെണിപ്പുകളും കയ്യിന്റെ വിരലുകളെല്ലാം ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് കയ്യിന്റെ മുട്ടും കൈ മടക്കി അതുപോലെ തന്നെ ഷോൾഡറുകൾ എല്ലാ കെണിപ്പുകളും ഒന്ന് മൃദുവായി നാം ഇളക്കിയാൽ, മരണശേഷം ഇളക്കിയാൽ പിന്നീട് നമുക്ക് കുളിപ്പിക്കുന്ന സമയത്താണെങ്കിലും കഫൻ ചെയ്യുന്ന സമയത്താണെങ്കിലും അത് നീക്കാനും അതുപോലെ തന്നെ മടക്കാനും ഇളക്കാനും എല്ലാത്തിനും സാധിക്കുന്നതാണ്. മരണപ്പെട്ട ഉടനെ തന്നെ താടി എല്ലിനെ വീതിയുള്ള ഒരു ശീല കൊണ്ട് കെട്ടേണ്ടതുണ്ട്. വായ തുറന്നിടക്കുന്നത് അത് അടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കെട്ടുന്നത്. അതോടൊപ്പം തന്നെ ധരിച്ച വസ്ത്രം അത് അഴിച്ചു മാറ്റി നേർത്ത കനം കുറഞ്ഞ ഖഫീഫായ ഒരു തുണി കൊണ്ട് ശരീരം മുഴുവനായി മറക്കുകയും വേണം. മയ്യത്ത് മരണപ്പെട്ട സമയത്തുള്ള ഡ്രസ്സിനെ അഴിച്ചു വെക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വയറിന് മുകളിൽ കനമുള്ള എന്തെങ്കിലും സാധനം വെക്കേണ്ടതുണ്ട്. മരണപ്പെട്ട ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ ശീല വിരിച്ചതിന് ശേഷം ശീലക്ക് മുകളിലായി വയറിൽ വല്ലതും വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. വസ്ത്രത്തിന്റെ അതല്ലെങ്കിൽ തുണിയുടെ താഴെ വെക്കുന്നതിലേറെ നല്ലത് തുണിയുടെ മുകളിൽ വെക്കലാണ്. കാരണം വയറ് വീർക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. മരണപ്പെട്ടു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് വസ്ത്രങ്ങൾ മാറ്റി ഒരു ശീല മറക്കണമെന്ന് പറഞ്ഞത് അത് മയ്യത്തിനെ ഒരു കട്ടിലിൽ കടത്തിയതിന് ശേഷമാണ് ഏറ്റവും നല്ലത്. മയ്യത്തിനെ നിലത്ത് കടത്തുന്നതിലേറെ നല്ലത് മയ്യത്തിനെ ഒരു കട്ടിലിൽ കടത്തലാണ് ഏറ്റവും നല്ലത്. മയ്യത്തിനെ കട്ടിലിൽ കടത്തൽ പ്രത്യേകം സുന്നത്തുമുണ്ട്. നേരത്തെ പറഞ്ഞ മരണമാസന്നമായ ആളെ കിടത്തുന്ന രൂപത്തിൽ തന്നെയാണ് കട്ടിലിൽ കടത്തേണ്ടത്. ഖിബിലയിലേക്ക് മുഖം തിരിക്കുന്ന രൂപത്തിൽ വലതുവശത്തിന്റെ മേൽ ചെരിച്ച് ഖിബിലയിലേക്ക് കിടത്തുക, അതല്ലെങ്കിൽ ഇടതുവശത്തിന്റെ മേൽ ഖിബിലയിലേക്ക് ചെരിച്ച് കിടത്തുക. അതുമല്ലെങ്കിൽ കാൽഭാഗം ഖിബിലയിലേക്ക് എത്തുന്ന രൂപത്തിൽ തലഭാഗം ഒരു തലയണ കൊണ്ട് അല്പം ഉയർത്തി മുഖവും കാൽപാദവും ഖിബിലയിലേക്ക് എത്തുന്ന രൂപത്തിൽ കിടത്തുക. നമ്മുടെ നാടുകളിലെല്ലാം മയ്യത്തിനെ കിടത്തുന്ന രൂപം ഈ മൂന്നാമത്തെ രൂപത്തിലാണ്. കാൽപാദം ഖിബിലയിലേക്ക് തിരിച്ച് മുഖം ഖിബിലയിലേക്ക് എത്തുന്ന രൂപത്തിലാണ് നമ്മുടെ നാടുകളിലെല്ലാം കാണുന്ന മയ്യത്തിനെ കിടത്തൽ. ഇത് ഇമാമുന നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതായിട്ടും കാണാം. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മയ്യത്തിന്റെ കടബാധ്യതകൾ വല്ലതും ഉണ്ടെങ്കിൽ ആ കടങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടേണ്ടതുണ്ട്. കാരണം ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടബാധ്യതകളുള്ള മയ്യത്തിന്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം കടബാധ്യത എന്ന് പറഞ്ഞാൽ അത് മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണ്. അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി അനുഗ്രഹിക്കട്ടെ. അതിനുശേഷം മയ്യത്തിന്റെ വസിയത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വസിയത്തുകളെല്ലാം നിറവേറ്റി മയ്യത്തിനെ എത്രയും പെട്ടെന്ന് തന്നെ കുളിപ്പിച്ച് മയ്യത്തിനെ കഫൻ ചെയ്ത് മയ്യത്തിന്റെ മേലെ നിസ്കാരം നിർവഹിച്ച് അതെല്ലാം വേഗം ചെയ്ത് മയ്യത്തിനെ മറമാടുകയും ചെയ്യണം. മരണപ്പെട്ടു കഴിഞ്ഞാൽ
എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യലാണ് ഏറ്റവും നല്ലത്, ഏറ്റവും സുന്നത്തുള്ള കാര്യം. മയ്യത്തിനെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും നിസ്കരിക്കലും മറമാടലും എല്ലാം പെട്ടെന്ന് ചെയ്യലാണ് ഏറ്റവും നല്ലത്. കാരണം മയ്യത്ത് നല്ല മയ്യത്താണെങ്കിൽ അവർക്ക് ഒരു നിമിഷം മുൻപ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഈ ഭൂമിയിൽ നിന്ന് മാറി നിൽക്കാനാണ് ആഗ്രഹമുണ്ടാവുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാർ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാം മരണം നല്ല രൂപത്തിലാക്കട്ടെ. കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.